നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലോട്ട് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്നത് മേടമാസം. കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 മുതൽ 31 വരെയും ഇംഗ്ലീഷ് വർഷം 2026 ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയുമുള്ള നിങ്ങളുടെ ഒരു മാസത്തെ നിങ്ങളുടെ നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഫലമാണ് പറയുന്നത്. ആദ്യമായിട്ട് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം. നിങ്ങൾക്ക് ഈ മാസത്തെ ഫലം ഗവൺമെൻറ് കാര്യങ്ങൾ, നിങ്ങളുടെ മേടരാശി, അതിൽ സൂര്യൻ ഉച്ചനായിട്ട് വരുന്ന ഒരു മാസമാണ്. ആയതിനാൽ ഗവൺമെൻറ് തല കാര്യങ്ങൾ ശുഭകരമായി വരുന്നതായി കാണുന്നു. സർക്കാർ ജോലിക്കൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗ സാധ്യത അതും കാണുന്നു. സന്താനങ്ങൾക്ക് ഗുണഫലങ്ങൾ ഉണ്ട്. ജീവിത പങ്കാളിയുടെ സ്വത്തുവകകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. യാത്രാഗുണം കാണുന്നു. പിന്നെ മാസത്തിൻ്റെ അവസാനം ഇളയ സഹോദരങ്ങൾ മുഖേനയുള്ള ഗുണങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. ഇതൊക്കെ ശുഭകാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ കാലിന് കാൽപാദത്തിനുമൊക്കെ രോഗസാധ്യതകളും കാണുന്നു. അതുമാത്രമല്ല, വാഹനമൊക്കെ ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ദൈവാനുഗ്രഹത്തിനായിട്ട് ഈ രാശിക്കാർക്ക് ശനി ബന്ധമുണ്ട്. അതിനാൽ ദൈവാനുഗ്രഹത്തിനായിട്ട് ശനിപ്രീതി ശനിയാഴ്ച നടത്തുക. ഇനി പറയുന്നത് ഇടവമാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് ധനപരമായ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഭാഗ്യങ്ങളുമൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതനുഭവിക്കാനുള്ള സാധ്യത ഇപ്പോൾ നിലവിലുണ്ട്. ധനസ്ഥാനത്ത് വേഴം നിൽക്കുന്നു. നമ്മുടെ ചിന്ത, നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയും എന്നാണ് വേഴം സൂചിപ്പിക്കുന്നത്. ധനപരമായ പുരോഗതിയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം. ഗ്രഹം മോടി കൂട്ടുകയോ പുതിയ ഗ്രഹം പണിയാനോ ഒക്കെയുള്ള സാധ്യതകളും വരും. ഏപ്രിൽ 19 ശേഷം ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതായി കാണുന്നു. പിന്നെ ആഡംബര വസ്തുക്കൾ കിട്ടുന്നതായിട്ടും കാണുന്നു ഏപ്രിൽ 19 ശേഷം. ഇതൊക്കെ ശുഭകരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ മാതാവിനോ മാതൃതുല്യരായവർക്കോ രോഗാവസ്ഥയും ഈ മാസം കാണുന്നു. ഏപ്രിൽ 30 ശേഷം ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാനും ഈ മാസത്തെ ഫലം വച്ചിട്ട് കാണുന്നു. എന്നാൽ ദൈവാനുഗ്രഹമുണ്ട്. ആയതിനാൽ വലിയ കുഴപ്പം വരാനില്ല. അപ്പോൾ ധനനഷ്ടം ഒന്നും വരാതിരിക്കാനായിട്ട് ബുധനാഴ്ച പ്രാർത്ഥന നടത്തുക. ഇനി പറയുന്നത് മിഥുനമാണ്. മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് വേഴം ആ രാശിയിൽ നിലകൊള്ളുന്നു. എല്ലാവിധമായ
ഭാഗ്യാനുഭവങ്ങളും നമ്മുടെ കർമ്മത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്ന് വേഴം സൂചിപ്പിക്കുന്നു. കാര്യമായ പരിശ്രമം വേണ്ടി വരും എന്നുകൂടി സൂചനയുണ്ട്. അതിനുള്ള കാരണം ശനിയുടെ ബന്ധവും ഈ രാശിക്കാർക്കുണ്ട്. ആയതിനാൽ കാര്യമായ പരിശ്രമം വേണ്ടി വരും. ഇളയ സഹോദരങ്ങളെ കൊണ്ടുള്ള സഹായം കിട്ടുന്നതായിട്ട് ഈ മാസം കാണുന്നു. ജോലി സംബന്ധമായി ദൂരയാത്ര ചെയ്യേണ്ടി വരും. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യത. സന്താന ഭാഗ്യം ഉണ്ടാകുന്നതായി കാണുന്നു. യാത്രാഗുണം കാണുന്നു. മെയ് 11 ശേഷം ഭൂമി ക്രയവിക്രയങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് നടത്തിയെടുക്കാനും സാധ്യത തെളിയുന്നു. അപ്പോൾ ഈ രാശിയെ സംബന്ധിച്ച് ശനിയുടെ ബന്ധം ഉള്ളതിനാൽ ശനി പ്രീതി കൂടി ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം അല്പം മങ്ങലിലാണ്. വേഴം 12ലാണ്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ധനപരമായ കാര്യങ്ങൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചില പാഴ് ചിലവുകൾ വരാൻ സാധ്യത. എന്നാൽ ഏപ്രിൽ 19 ശേഷം ധനപരമായ പുരോഗതിയും സ്ത്രീകൾ മുഖേനയുള്ള ലാഭങ്ങളും ഗുണഫലങ്ങളും ഒക്കെ സിദ്ധിക്കുന്നതായിട്ട് കാണുന്നു. മാതൃസ്വത്ത് കിട്ടാനുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട് പുരോഗതി ഉണ്ടാകും. വാഹനം പുതുക്കാനോ പുതുതായി എടുക്കാനോ സാധ്യത കാണുന്നു. ഭൂമി സംബന്ധമായുള്ള കാര്യങ്ങളും നടക്കാൻ സാധ്യത കാണുന്നു. ഇതൊക്കെയാണ് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇതൊക്കെ പറഞ്ഞുവെങ്കിലും നിങ്ങളുടെ ധനസ്ഥാനത്ത് കേതു സഞ്ചരിക്കുന്നു. അഷ്ടമത്തിൽ രാഹു സഞ്ചരിക്കുന്നു. ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ കാലതാമസമില്ലാതെ ചികിത്സ തേടേണ്ടതാണ്. നാഗരാജപ്രീതി ചെയ്യേണ്ടതാണ്. പിന്നെ 12 നിൽക്കുന്ന വേഴത്തെ പരിപോഷിപ്പിക്കുക. വ്യാഴാഴ്ച ഇഷ്ടവഴിപാടുകൾ ചെയ്യുക, വിശേഷ പ്രാർത്ഥന നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് അവിഷ്ടസ്ഥാനമായ 11-ൽ വേഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതൊരു ശുഭ അവസ്ഥ തന്നെയാണ്. മംഗളകരമായ എല്ലാ കാര്യങ്ങളും നടന്നു വരുന്നതായി കാണുന്നു. പിതൃധനമോ സ്വത്ത് വകകളോ കിട്ടാനുള്ളവർക്ക് ഈ മാസം അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. സന്താനഭാഗ്യം, സന്താനങ്ങളില്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം ഉണ്ടാകുന്നതായി കാണുന്നു. വിദേശ യാത്രയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചെറിയ തടസ്സമൊക്കെ ആദ്യം ഉണ്ടാകും. അതിനുശേഷമേ ശരിയായി വരത്തുള്ളൂ. അതിനുള്ള കാരണം നിങ്ങളുടെ 7ാം ഭാവത്തിൽ യാത്രാസ്ഥാനത്ത് രാഹു സഞ്ചരിക്കുന്നു. രാശിയിൽ കേതുവുണ്ട്. യാത്രാകാരകനായിട്ടുള്ള ശനി അഷ്ടമത്തിലുമാണ്. ആയതിനാൽ ശനിപ്രീതി, നാഗരാജപ്രീതി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ യാത്രാ തടസ്സങ്ങൾ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ വാഹനം, ഈ അഷ്ടമത്തിലെ ശനിയും ചൊവ്വയൊക്കെ നിൽക്കുന്ന ഒരു മാസമാണ് നിങ്ങൾക്ക്, ഈ ചിങ്ങരാശിക്കാർക്ക്. ആയതിനാൽ തന്നെ വാഹനമൊക്കെ ഓടിക്കുന്നത് വേഗത കുറച്ച് പോകുന്നത് ഉത്തമമായിരിക്കും. അപകടങ്ങൾ ഒഴിവാക്കാൻ അത് സഹായിക്കും. അപകടം ഉണ്ടാകും എന്നുള്ള അർത്ഥമല്ല, എന്നാലും ഒരു കരുതലെടുക്കുക, അതിനു വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇനി പറയുന്നത് കന്നിക്കൂറാണ്.
കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. നിങ്ങൾക്ക് കർമ്മസ്ഥാനം, നമ്മുടെ തൊഴിൽ രംഗം, അവിടെ വേഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട് കാര്യമായ ശ്രദ്ധ വേണം, കൃത്യനിഷ്ഠ പാലിക്കുക. ഏപ്രിൽ 19 ശേഷം ധനപരമായിട്ട് നേട്ടം ഉണ്ടാകുന്നതായി കാണുന്നു. അതുവഴി ഭാഗ്യമുണ്ടാകുന്നതാണ്. സ്ത്രീകൾ മുഖേന ഉള്ള ഗുണഫലങ്ങളും കിട്ടുന്നതായി കാണുന്നു. മാതൃവഴി, മാതാവിനോ മാതൃവഴി ബന്ധുക്കൾക്കോ രോഗസാധ്യതയും ഈ മാസം കാണുന്നു. വാഹനം ഓടിക്കുന്നത് വേഗത കുറച്ച് പോയാൽ ഉത്തമമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസത്തെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത്. പരിഹാരമായിട്ട് ശനിപ്രീതി. നിങ്ങൾക്ക് നിലവിൽ കണ്ടകശനി കാലമുണ്ട്. ആയതിനാൽ ശനിപ്രീതി, പിന്നെ സുബ്രഹ്മണ്യ പ്രീതി ചൊവ്വാഴ്ച, അത്രയും ചെയ്താൽ മതിയാകും. ഇനി പറയുന്നത് തുലാമാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാല്. നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനമായ 9ാം ഭാവം, പിതൃസ്ഥാനം, അങ്ങനെയുള്ള സ്ഥാനത്ത് വേഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അത് എല്ലാവിധമായ ഭാഗ്യവും തരുന്നതായി കാണുന്നു. ഈ ഭാഗ്യം തരും എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും നിങ്ങളുടെ 3ാം ഭാവം, 6ാം ഭാവം, ഇത് രണ്ടിൻ്റെയും ചുമതല ഉള്ളതായിട്ടുള്ള വേഴമാണ് 9ൽ നിൽക്കുന്നത്. അപ്പോൾ കാര്യമായ പരിശ്രമം വേണ്ടി വരുമെന്നാണ്. കാര്യമായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് ഈ 9ാം ഭാവം ഭാഗ്യസ്ഥാനമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും നല്ല പരിശ്രമത്തിൽ കൂടി മാത്രമേ മുന്നേറാൻ സാധ്യമാകൂ എന്ന് വേഴം സൂചിപ്പിക്കുന്നു. പിതൃസ്വത്ത് കിട്ടാനുള്ള സാധ്യത ഈ മാസം കാണുന്നു. പിന്നെ യാത്രയിലൂടെ ഉള്ള പുരോഗതി, ധനസമ്പാദനത്തിനും വഴി തെളിയുന്നു. ക്രയവിക്രയങ്ങൾ സാധ്യത കാണുന്നു. മംഗളകരമായ കാര്യങ്ങളും നടക്കാൻ സാധ്യത. സന്താന ഭാഗ്യം, സന്താനങ്ങളില്ലാതിരിക്കുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യവും ഉണ്ടാകുന്നതായി കാണുന്നു. അപ്പോൾ ഇതൊക്കെ ശുഭഫലം തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് മനസ്സിൻ്റെ സ്ഥാനം 5ാം ഭാവം സന്താനഭാവം എന്ന് പറയും. അവിടെ രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആയതിനാൽ നാഗരാജ പ്രീതി കൂടി ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് വൃശ്ചികമാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന 15 നാഴിക, അനിഴം, കേട്ട. നിങ്ങൾക്ക് ഈ മാസത്തെ ഫലം വച്ചിട്ട് ഏപ്രിൽ 19 ശേഷം ശുഭകരമായി കാണുന്നു. ഈ രോഗം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് രോഗശമനം ഉണ്ടാകുന്നതായും കാണുന്നു. ഗവൺമെൻറ്റിൽ നിന്നും കിട്ടാനുള്ള രേഖകളോ ധനമോ ആയിട്ട് കിട്ടാനുള്ളവർക്ക് അത് കിട്ടാനുള്ള സാധ്യത തെളിയുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ കരുതലെടുക്കേണ്ട ഒരു മാസമാണ്. അപ്പോൾ വൃശ്ചിക രാശിയെ സംബന്ധിച്ച് അത്രത്തോളം ശുഭകരമല്ല. ഒരു 30% ശുഭകരമാണ്. രോഗശമനമൊക്കെ കാണുന്നുണ്ട്. ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വേഴത്തിൻ്റെ അവസ്ഥ ശുഭ അവസ്ഥ തന്നെയാണ്. 7ാം ഭാവം നമ്മുടെ യാത്രാസ്ഥാനം, ഭാര്യാസ്ഥാനം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്ഥാനം, അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിയാൽ അത് നടക്കുമോ എന്ന് ചിന്തിക്കുന്നതായ സ്ഥാനമാണ് 7ാം ഭാവം, നിവൃത്തി സ്ഥാനം. അപ്പോൾ അവിടെ വേഴം സഞ്ചരിക്കുന്നത് എല്ലാവിധമായ ഭാഗ്യങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. കുടുംബത്തിൽ
ഈ വേഴത്തിൻ്റെ സ്ഥിതി വെച്ചിട്ട് തന്നെ മംഗളകരമായ കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കും. യാത്രകൾ ഉണ്ടാകും. ആഗ്രഹസാഫല്യം ഉണ്ടാകുന്നതാണ്. ജീവിത പങ്കാളിക്ക് ജലജന്യമായ രോഗസാധ്യത ഈ മാസം കാണുന്നു. സാധാരണ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ യാത്രാസ്ഥാനത്ത് വേഴം ഉണ്ടെങ്കിൽ തന്നെയും യാത്രകൾ കൂടുതൽ കരുതൽ വേണം എന്ന് മറ്റൊരു ഗ്രഹം സൂചിപ്പിക്കുന്നു. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ വേഗത കുറയ്ക്കുക, പെട്ടെന്ന് തിരക്ക് പിടിച്ചുള്ള യാത്രകൾ അത് ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ രാശിക്കാർക്ക് ശനിബന്ധമുണ്ട്. അപ്പോൾ ശനി പ്രീതികരമായ കാര്യം കൂടി ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് മകരമാണ്. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴസ്ഥിതി അനുകൂലമല്ല. വേഴം 6-ൽ മറഞ്ഞു. ഭയപ്പെടേണ്ട. നമ്മുടെ സ്വന്തം ജാതകത്തിൽ വേഴം നല്ല സ്ഥാനത്താണെങ്കിൽ കൂടുതൽ ദോഷം വരത്തില്ല. എന്നാലും ചാരവശാലുള്ള ഈ 6-ലുള്ള സ്ഥിതി ധനപരമായ ചിലവുകൾ ശ്രദ്ധിക്കണം. പാഴ് ചിലവുകളൊക്കെ വരാൻ സാധ്യത. അതാ വേഴം പറയുന്നത്. പിന്നെ സന്താനങ്ങളുടെ കാര്യത്തിൽ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുമൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മാസമാണ്. പിന്നെ മറ്റു ഗ്രഹസ്ഥിതി വച്ചിട്ട് ഈ മോശം കൂട്ടുകെട്ടിലേക്ക് ചെന്ന് പെടാനൊക്കെ ഉള്ള സാധ്യത കാണുന്നു. അത് ലഹരി പദാർത്ഥങ്ങൾ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനെ ഉള്ളവർ അതിന് ഒരു നിയന്ത്രണം വയ്ക്കുന്നത് ഉചിതമായിരിക്കും. വാഹനം ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അപകടം ഒഴിവാക്കാനായിട്ട് വാഹനം ഓടിക്കുമ്പോൾ വേഗത കുറച്ച് പോകുന്നതുമൊക്കെ നല്ലതാണ്. പൊതുവേ മകരരാശിക്കാർക്ക് അത്രത്തോളം ഗുണകരമല്ല. നിങ്ങൾ ദൈവാനുഗ്രഹത്തിനായിട്ട് വേഴപ്രീതി, പിന്നെ നിങ്ങളുടെ പ്രവൃത്തി സ്ഥാനത്ത് രാഹു സഞ്ചരിക്കുന്നു. ആയതിനാൽ എല്ലാവിധമായ പ്രവൃത്തികളും ആലോചിച്ച് വേണം ചെയ്യാൻ. എടുത്തു ചാടി ഒന്നും പക്വതയില്ലാതെ പ്രവർത്തിക്കരുത്. അത് നമുക്ക് ദോഷങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നതാണ്. അപ്പോൾ നാഗരാജപ്രീതി, ശനിപ്രീതി, പിന്നെ വേഴപ്രീതി, ഇതാണ് മകരരാശിക്കാർ ഇപ്പോൾ ചെയ്യേണ്ട പ്രതിവിധികൾ. ഇനി പറയുന്ന കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് വേഴം 5-ലാണ്. സർവേശ്വരകാരകനായിട്ടുള്ള വേഴം 5-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ കാലതാമസം വന്നു പോകുന്നുവെങ്കിൽ അതിനുള്ള കാരണം നിങ്ങളുടെ ധനസ്ഥാനം, ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി എന്ന് പറയുന്ന, പിന്നെ നമ്മുടെ വീട്, അങ്ങനെയുള്ള സ്ഥാനത്ത് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഈ കുംഭരാശിക്കാർക്ക് ഈ 7ര ശനിയുടെ ബാക്കി കാലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അത് വരുന്ന ജൂൺ മാസം 2027 ജൂൺ മാസം വരെ ഉണ്ടാകും. മാസഫലമാണ് പറയുന്നുവെങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് ഞാനത് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഈ പറഞ്ഞു വരുന്ന കാര്യം മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വന്നിട്ട് നാഗരാജപ്രീതി. നിങ്ങളുടെ രാശിയിൽ രാഹു സഞ്ചരിക്കുന്നു. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ആദ്യം ഒരു തടസ്സമൊക്കെ വന്നിട്ട് നിരാശ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാഗരാജപ്രീതി, പിന്നെ ശനിയാഴ്ച ശനിപ്രീതി,
ഇത്രയും ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് വരുന്ന സമയങ്ങളിൽ പുരോഗമനം, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ സാധിക്കും. പിന്നെ ഈ ശുക്രൻ്റെ സ്ഥിതി ഈ മാസത്തെ ഏപ്രിൽ 19 ശേഷം മാതൃസ്വത്ത് അതുമായി ബന്ധപ്പെട്ട് ക്രയവിക്രയങ്ങൾ ചെയ്യാനുള്ള സാധ്യത നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് അത് അനുകൂലമായി വരുന്നതായിട്ട് ശുക്രൻ്റെ സ്ഥിതി കാണുന്നു. ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് നിലവിൽ വേഴസ്ഥിതി 4-ലാണ്. 4 പറയുമ്പോൾ സുഖസ്ഥാനം, മാതൃസ്ഥാനം, ബന്ധുസ്ഥാനം, കൂട്ടുകാരുടെ സ്ഥാനം, വാഹനസ്ഥാനം, നമ്മുടെ ഗ്രഹസ്ഥാനം, അങ്ങനെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദോഷങ്ങളല്ല, 50% ഗുണഫലങ്ങളുണ്ട്. ഗ്രഹം മോടി കൂട്ടുകയോ പുതുതായി പണിയുകയോ ചെയ്യാനുള്ള യോഗം നിലവിലുണ്ട്. എന്നാൽ കടബാധ്യത, വീട് പണിയുമായി ബന്ധപ്പെട്ട് അത് തുടങ്ങുന്ന ആൾക്കാർ ഒരു കരുതലെടുക്കേണ്ടതാണ്. അതായത് ബാങ്ക് വായ്പ അല്ലെങ്കിൽ കടബാധ്യത അങ്ങനെയുള്ള കാര്യങ്ങളും വേണ്ടി വരും എന്നുള്ളതാണ്. അത് ശനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് ശനിപ്രീതി ചെയ്യണം. പിന്നെ ഇറങ്ങുന്ന കാര്യങ്ങൾ ഒക്കെ സഫലമാകുന്നതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ വ്യാഴാഴ്ച ചെയ്യുക. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും വിശേഷ പ്രാർത്ഥനകൾ നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് രാശിയിൽ ജന്മശനി കാലമെന്ന് പറയും. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. മാതാവിനോ പിന്നെ നമുക്കോ ജലജന്യമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഈ കർമ്മസ്ഥാനം, അവിടെയും ശനിയുടെ ദൃഷ്ടി വരുന്നതുകൊണ്ട് തൊഴിൽപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുകൂടി ആ ശനി പറയുന്നു. അപ്പോൾ പിന്നെ ഈ മാസത്തെ മറ്റൊരു ഫലമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, അത് ഞാൻ പറഞ്ഞു. പിന്നെ വാഹനം വേഗത കുറച്ച് ഓടിക്കുന്നത് ഉചിതമായിരിക്കും ഈ മാസം. പറയാനുള്ള കാരണം, നിങ്ങളുടെ ഈ രാശിയിൽ ശനി നിലയുണ്ട്, നേരത്തെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൊവ്വ ആ രാശിയിലോട്ട് വരുന്നു. പിന്നെ ബുധൻ ആ രാശിയിലോട്ട് വരുന്നു. അപ്പോൾ ബുധൻ അവിടെ നീചനാകുന്ന രാശിയാണ്. നിങ്ങളുടെ യാത്രാസ്ഥാനപതിയും 7-ാം ഭാവപതിയുമായിട്ടുള്ള ബുധൻ അവിടെ നീചനാകുന്നു. ആയതിനാൽ ജീവിത പങ്കാളിക്കോ നമുക്കോ ജീവിത പങ്കാളിക്കോ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നു. വാഹനമൊക്കെ ഓടിക്കുന്നതും വേഗത കുറയ്ക്കുന്നത് ഉചിതമായിരിക്കും. അപ്പോൾ ഇതിൽ പരിഹാരം പറയുന്നത് ശനിപ്രീതി, ചൊവ്വ, സുബ്രഹ്മണ്യപ്രീതി, ഇത്രയും മതി. അപ്പോൾ ഈ 12 രാശികളിൽപ്പെട്ട 27 നക്ഷത്രക്കാരുടെയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. പ്രായഭേദമന്യേ, ജാതി മത വർഗഭേദമന്യേ എല്ലാവർക്കും ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ബാധകമാണ്. അപ്പോൾ നമ്മൾ കരുതലോടെ പോവുക. ദോഷങ്ങൾ പറഞ്ഞ ആൾക്കാർ ദൈവാനുഗ്രഹത്തിനായിട്ട് കൂടുതൽ പ്രാർത്ഥന നടത്തേണ്ടതാണ്. ശുഭകാര്യങ്ങൾ പറഞ്ഞ ആൾക്കാർ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമ്മളെ കൈകളിലേക്ക് എത്തിച്ചേരാനായിട്ട് അവരവരുടെ ഉപാസനാമൂർത്തി, കുടുംബദേവത എന്നിവരെ സന്തോഷപ്പെടുത്തി പ്രാർത്ഥനാപൂർവം നമ്മളെ കാര്യക്ഷമമായി പ്രവർത്തിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഭാഗ്യം വർദ്ധിക്കുന്നതായി കാണുന്നു.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ തന്നെ ഈ മേടമാസം വിഷുവുമായി ബന്ധപ്പെട്ടും ഒക്കെ എല്ലാ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.